ഹലോ ഗൈസ്, നമ്മുടെ മഹാലക്ഷ്മിയിൽ കരുണയുടെ കൊടും ചതിക്ക് മറുപടി കിട്ടുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ കരുണ ഇപ്പോൾ ആകപ്പാടെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇത്രയും നാളും തന്റെ വിചാരം ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളതായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ കരുണയ്ക്ക് മനസ്സിലായി എല്ലാ സ്വത്തുക്കളും കണ്ണന്റെ പേരിലാണ്. തനിക്കും തന്റെ കുഞ്ഞിനും തന്റെ ഭർത്താവിനും മറ്റുള്ളവർക്ക് ആർക്കും ഒരു തരി അവകാശം പോലും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ കരുണ മനസ്സിലാക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ കരുണ ദുർഗയോട് പൊട്ടിത്തെറിക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കലി അടങ്ങാതെ നമ്മുടെ കരുണ കുറെ ദുർഗാമ്മയെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ല, ഞാൻ എൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും എനിക്കിത് എങ്ങനെ പറയാൻ സാധിക്കും, അത്രയ്ക്കും ഒരു കൊടും ചതിയല്ലേ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ദുർഗാമ്മയെ വഴക്ക് പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് നമ്മുടെ കരുണ ഒരു അപകടത്തിൽ പെടുകയും ചെയ്യുന്നുണ്ട്. കരുണയുടെ കുഞ്ഞിന് അപകടമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആകെയുള്ള ഒരു പിടിവള്ളി നമ്മുടെ കരുണയ്ക്ക് ആ ഒരു കുഞ്ഞായിരുന്നു. ഇപ്പൊ സ്വത്തുക്കളും ഇല്ല, ആ ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ കരുണയുടെ അവസ്ഥ എന്തായി തീരും? അല്ല പ്രേക്ഷകരെ, കരുണ വഴി നമ്മുടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ അറിയും ഉണ്ണിക്കും മറ്റുള്ള ആർക്കും അവിടെ യാതൊരു സ്ഥാനവുമില്ല, എല്ലാ സ്വത്തുക്കളും കണ്ണന്റേതാണെന്ന്. പിന്നെ നമ്മുടെ പ്രതാപനും ആ ദുർഗാമ്മയുടെ വീട്ടുകാരും തമ്മിലുള്ളൊരു തമ്മിലടി തന്നെയായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും സേഫ് അല്ലെ? കാത്തിരുന്ന് തന്നെ കാണുമ്പോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.